പ്രഭാതമേ പൊൻപ്രഭാതമേ പ്രകാശകിരണം ഉലകം ചാർത്തും ഒരു പൊൻപ്രഭാതമേ. പ്രഭാതമേ പൊൻപ്രഭാതമേ പ്രകാശകിരണം ഉലകം ചാർത്തും ഒരു പൊൻപ്രഭാതമേ. സ്നേഹം മനസ്സിൽ ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയായി സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയായി സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയാ പാടിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ആവശ്യഭാരങ്ങളേറിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ ആവൽ തീർക്കാനന്ദമേകിയോൻ താൻ ആശ്വാസദായകനേശുപരൻ. ആവശ്യഭാരങ്ങളേറിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ ആവൽ തീർക്കാനന്ദമേകിയോൻ താൻ ആശ്വാസദായകനേശുപരൻ. ഹല്ലേലൂയാ പാടിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം.
ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഇത്രത്തോളം ദൈവാനുഗ്രഹത്തോടുകൂടി അവന്റെ മുൻപാകെ നിൽക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രിയ ബിൻസിമോളുടെയും ജോബിൻ്റെയും വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മളെല്ലാവരും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ പ്രത്യേക ശുശ്രൂഷയിൽ കർത്താവിൻ്റെ അളവറ്റ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി കടന്നു വരുവാനുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും കടന്നു വരുവാനും നമ്മളിവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി ആ പ്രത്യേക ശുശ്രൂഷ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീർക്കുവാനും നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ഇവിടെ നിറങ്ങാം. ആ രീതിയിൽ നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ വളയംപ്രായൻ അപ്പച്ചൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. ഞങ്ങളുടെ ആളോട് അവസ്ഥയ്ക്ക് ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പ്രഭാതത്തിന് വേണ്ടി നന്ദിയോടെ കർത്താവെ ആലോചന വിഷയങ്ങളൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്തു. ഇത്രത്തോളം ഞങ്ങളെ നടത്തി അതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ആയിരം ഞങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ചെന്നിട്ട് കർത്താവിനെ മോത്തപ്പെടുത്തുവാൻ തക്കോണം സന്തോഷത്തോടെ തുതിക്കുവാൻ തക്കോണം ഒരു അവസരം ഞങ്ങൾക്ക് സമ്മാനിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്തു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ കർത്താവെ നല്ലവനും വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്തു. എന്മനമേഘവി വാഴ്ത്തി എന്ന സർവാന്തരങ്ങൾ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേഘവി വാഴ്ത്തി എന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്. പോലെ അവിടുത്തെ കുറവുകളെല്ലാം അവിടെ ഞങ്ങൾ ക്ഷമിക്കണമേ. ദൈവത്തോളം നടത്തണമേ. ഞങ്ങൾ വിശ്വസ്തരായി നിലനിൽപ്പാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഡേറ്റുകൾ നിശ്ചയിക്കുന്നതിനായിട്ട് ഞങ്ങളിപ്പോൾ യാത്രയായി ഒരുങ്ങിയിരിക്കുന്നു. തിരുമേനി കൂടെ ഇരിക്കുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണേ. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃപ ധാരാളം നൽകുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. കൂടെ ഇരിക്കണമേ. സ്വകീയമായി നിറയ്ക്കണമേ. ആത്മീയമായി നിലനിൽപ്പാൻ സന്തോഷത്തോടെ ചോദിച്ചുകൊണ്ട് ഈ നയിപ്പാൻ ഒന്ന് കൂടുതൽ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഞങ്ങളിലും തീരുമാനമൊക്കെയും കർത്താവെ ഞങ്ങൾ അവിടുത്തെ ആലോചന ചോദിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുവാനും കർത്താവെ അവിടുത്തെ ആ മുഖത്ത് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഇതിനെ സഹായിക്കണമേ. ധാരാളം മാനവ മഹത്വം ഞങ്ങൾ അവിടുത്തെ ശരീരം സമർപ്പിക്കുന്നു. ഇത്രത്തോളം നടത്തിയതിനായിട്ട് സ്തോത്രം. കൂടി നിൽക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യപ്പെടുന്നു. അവിടുത്തെ കരകളിലേക്ക് അവൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നവരിലേയോട്ട് മുമ്പാകെ സമർപ്പിക്കുന്നു. സകല കാര്യങ്ങൾ അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ മാനവ മഹത്വത്തിൽ പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സകലതും വിനയമായി അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേട്ട് ഉത്തരവുള്ളതാകണമേ. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻ ചാരയെത്തും സ്നേഹകരം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ
വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന പിതാവിൻ്റെ ഈ സാന്നിധ്യത്തിലിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് മുന്നോടിയായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വരുവാൻ ചില പ്രിയപ്പെട്ടവരെ വിളിക്കുന്നു. അവർ കെ സന്തോഷ് കുമാർ മുന്നോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. മഹാകാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വന്നിരിക്കുകയാണ്. സർവത്തെയും നിർമ്മിച്ചവനും സർവത്തെയും നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനുമായ പരിശുദ്ധനായ മഹാദൈവമേ, സകലവും നന്നായി ചെയ്യുന്ന അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ ഭക്തന്മാരായിരിക്കുന്ന അടിയങ്ങൾ ഇന്ന് രാവിലെ ഒരുമിച്ച് കൂടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് രാവിലെ ഇവിടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്. ദൈവമായ കർത്താവെ, നിന്റെ മക്കളെ അവിടുന്ന് വളരെ ക്ഷേമത്തോടെ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുവാൻ കണമലയുടെ പ്രദേശത്ത് നിന്ന് നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തക്ക സമയത്ത് അവിടുന്ന് എത്തിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, തക്ക സമയത്ത് പ്രിയ ബിൻസിമോളെ കുടുംബത്തെ കർത്താവെ, പ്രിയ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സഹോദരി സഹോദരന്മാരെല്ലാം അവിടുന്ന് കൂട്ടിവരുത്തി നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഏകാംഗികളെ കുടുംബത്തിൽ വസിപ്പിക്കുമാറാക്കുന്ന വലിയവനായിരിക്കുന്ന കർത്താവിന്റെ വലിയ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മാത്രമായി തരുവാൻ അവിടുന്ന് അനുവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആദിയോടന്തം ശുശ്രൂഷകളെ അവിടുന്ന് ഭരിക്കണമേ. വചന ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന് ബലം നൽകണം. കർത്താവെ, പാടുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. മറ്റു ചില ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹനീയമായ സാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതവും മംഗളവുമായി നടക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇനിയും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. എല്ലാ നാമവും കർത്താവെ അങ്ങയുടെ നാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ അവിടുന്ന് അനുവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കുമാരി എടാട്ട് പടിഞ്ഞാറേതിൽ വിൽസൺ ലില്ലി ദമ്പതികളുടെ മകൾ ബിൻസിയുടെയും കടമല ജെയിംസ് ലിസമ്മ ദമ്പതികളുടെ മകൻ ജോബിൻ തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിനാണ് നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ ആലോചനകൾ നമ്മളിലൂടെ ഭരിക്കുമാറാകട്ടെ. സ്വർഗീയ
അസുരരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേ സുമസിക. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ബന്ധുപുത്രാദികൾ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാത വന്ദനം. ഇവിടെ ഇങ്ങനെ കൂടി വരുവാൻ ഇടയായ സാഹചര്യം എന്താണ് എന്ന് നാം ഇവിടെ കേട്ടുകഴിഞ്ഞു. ദമ്പതികളുടെ മകൾ ബിൻസിയും കണമല ബ്രഹ്മസഭ പ്ലാവനക്കുഴിയിൽ ജെയിംസ് ആന്റണി ലീലാമ്മ ദമ്പതികളുടെ മകൻ ജോബിയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ് നാം ഇത്രയും സഹോദരിമാർ എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇരു സഭകൾ, രാജകുമാരി ബ്രഹ്മ സഭ, കണമല ബ്രഹ്മ സഭ, ഈ സഭയിൽപ്പെട്ട ഏവരെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളു. എടുത്ത് പറയേണ്ട ആവശ്യങ്ങൾ വേറെ വ്യത്യാസം നമുക്കറിയാം. അതുകൊണ്ട് ശുശ്രൂഷിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ശുശ്രൂഷകന്മാർക്കും അയൽ സഭകളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷകളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഏവർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 27-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം അന്വേഷിക്കുമെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ആമേൻ. എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ, നീ
നന്മയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ദോഷമായിട്ട് ചെയ്തിട്ടില്ല. കർത്താവേ, നീ എത്രയോ നല്ലവനാണ്. നാശകരമായ കുഴിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചതിനായ സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു ബോധമാർന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ നീ തിരഞ്ഞെടുത്തു. അതിനായ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ ഇരു ഭവനക്കാരുടെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇന്ന് നിങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം എൻ്റെ മകൾ ബിച്ചിയും കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വില്ലേജിൽ എരുമേലി പഞ്ചായത്തിൽ പ്ലാവനാക്കുടി വീട്ടിൽ സഹോദരൻ ജെയിംസ് ആൻ്റണിയുടെയും സഹോദരി ലിസാമയുടെയും മകൻ ജോബി ജെയിംസുമായിട്ടുള്ള വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുന്നതിനാണ്. ഞങ്ങളുടെ ഇരു ഭവനക്കാരുടെയും ആഗ്രഹ നിശ്ചയം അനുസരിച്ച് ഞങ്ങൾ വിവാഹത്തിന് ഒരു തീയതി ആലോചിച്ച് വച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മധ്യേ അറിയിക്കുന്നതിനാണ് ഇവിടെ നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ദൈവനാമത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂട്ടിയെടുത്തതിൻ്റെ ഉപദേശം ബിൻസിയുടെ പിതാവ് ഒരളവ് വരെ പറഞ്ഞുവെങ്കിലും അതിൻ്റെ ബാക്കി പൂർണ്ണമായി പറയേണ്ട ഉത്തരവാദിത്വത്തിൽ നിക്ഷിപ്തമാണ്. എൻ്റെ മകനും കണമല പ്രധാന സഭാംഗവുമായ ജോബി ജെയിംസും ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ രാജകുമാരി വില്ലേജിൽ രാജകുമാരി പഞ്ചായത്തിൽ എടാട്ട് പടിഞ്ഞാറിൽ വീട്ടിൽ AM വിൽസൻ്റെയും ലില്ലി വിൽസൻ്റെയും രാജകുമാരി പ്രധാന സഭാംഗവുമായ അവരുടെ പ്രിയമകൾ ബിൻസി വിൽസനും തമ്മിലുള്ള വിവാഹ നിശ്ചയിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ഇരുസഭകളും ഇരു കുടുംബങ്ങളും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു ധാരണയിലെത്തുവാനും ഇടയായി. ആ ധാരണയിലെത്തിയിരിക്കുന്നത് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങളുടെയൊക്കെയും സാന്നിധ്യത്തിൽ നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹ ആശകളുടെയും മധ്യേ ആ വിവാഹം നിശ്ചയിക്കുവാനും ദൈവം അനുവദിച്ചാൽ ഒക്ടോബർ മാസം 14-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കണമല പ്രധാന സഭയുടെ ചുമതലയിൽ മുക്കൂടുതറ വടകുടിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാനാണ് ഒരു ധാരണയിലായിരിക്കുന്നത്. രാജകുമാരി വില്ലേജിൽ രാജകുമാരി പഞ്ചായത്തിൽ എടാട്ട് പടിഞ്ഞാറിൽ വീട്ടിൽ ശ്രീ AM വിൽസന്റെയും ശ്രീമതി ലില്ലി വിൽസന്റെയും മകൾ 21 വയസ്സുള്ള ബ്രദറൻ സഭാ അംഗമായ ബിൻസി വിൽസൺ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വില്ലേജിൽ എരുമേലി പഞ്ചായത്തിൽ പ്ലാവനക്കുടിയിൽ വീട്ടിൽ ശ്രീ ജെയിംസ് ആന്റണിയുടെയും ശ്രീമതി ലിസമ ജെയിംസിന്റെയും മകൻ 27 വയസ്സുള്ള കണമല ബ്രദറൻ സഭാംഗമായ ജോബി തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2011 ആണ്ട് ഒക്ടോബർ മാസം 14-ാം തീയതിയിൽ 10:15 സമയത്ത് മുക്കൂട്ടുതറ വളകുടിയിൽ ഓഡിറ്റോറിയം സ്ഥലത്ത് വെച്ച് നടത്തുവാൻ രാജകുമാരി സെന്റ് ജോൺസ് പാരിഷ് ഹാളിൽ വെച്ച് ഇരു സഭകളുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്ന് ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടതാണെന്ന്
ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് സർവ്വഭൂമിയുടെയും നാഥനായിരിക്കാൻ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ ഉന്നതമായിരിക്കുന്ന നാമത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. സർവത്തെയും വാക്കുകളാൽ ഉളവാക്കിയ മഹാദൈവമേ, ഞങ്ങൾ അവിടുത്തേക്ക് സകല മഹത്വവും അർപ്പിക്കുന്നു. ഉന്നതമായിരിക്കുന്ന സൃഷ്ടിപ്പ് ഞങ്ങളുടെ മേലെ അവിടുന്ന് ചെയ്തതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ അതിൽ നിന്നും അകന്നു പോയപ്പോഴും അവിടുത്തെ സ്നേഹം ഞങ്ങളെ തേടി വരികയും നിത്യമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ഞങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുവാനായിട്ട് നിത്യജീവൻ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആദരിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്വന്തം പുത്രനെ ആദരിയാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? ഇന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞങ്ങൾ യേശുക്രിസ്തുവിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ തിരുസന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം പിതാവായ ദൈവമേ അവിടുത്തേക്ക് പ്രസാദം തോന്നിയല്ലോ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരമായിരിക്കും ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങൾക്കായതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുവാൻ തക്കവണ്ണം ഇടവന്ന വൻകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇരു സഭകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ മക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൻ ജോബിക്കായി സ്തോത്രം ചെയ്യുന്നു. മകൾ ബിൻസിക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ശുശ്രൂഷകളെ അവിടെ ആദരിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ മധ്യ ഉള്ളത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാന്റെ സഹായം ഞങ്ങൾക്ക് നൽകിയിരിക്കുക സ്തോത്രം. അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ക്ഷണമേ. അവിടുത്തെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. മഹത്വം എല്ലാം ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹീതരായ ദാസന്മാർ നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ ബിൻസി ജോബിൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ ഊഷ്മളമായ സ്നേഹവന്ദനം ആരംഭമായി അറിയിക്കുകയാണ്. അല്ല, പ്രിയ ജോബിനും ബിൻസിയും അവർ ഇരുവരും വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന നല്ലൊരു ശതമാനം സഹോദരി സഹോദരന്മാരും സ്വർഗീയമായ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അനധിവിദൂര ഭാവിയിൽ ആ അനുഗ്രഹീതമായ വിവാഹം നടക്കുവാൻ പോകുകയാണ്. അപ്പോൾ ആ വിവാഹം നടക്കുന്നതിന് മുൻപായിട്ട് ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ആ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാത്തവരായിട്ടുണ്ട് എന്ന് വരികിൽ അവരും ഈ അനുഗ്രഹീതമായ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. അതിലേറെ ഭാഗ്യം മറ്റ് യാതൊന്നും ഇല്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയമാണ് ഇന്ന് നടത്തപ്പെട്ടത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രിയ ജോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം അഭ്യസിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിതനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ.
എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ആദ്യമായി നന്ദി കരയറ്റാനുള്ളത് ഈ പ്രോഗ്രാം ഇത്രത്തോളം ഭംഗിയായി നടപ്പാൻ ദൈവം കൃപ നൽകി. അതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മധ്യേ ആദ്യമായി പറയുകയാണ്. ദൈവത്തോടുള്ള നന്ദി ആദ്യം ഞാൻ പറയുകയാണ്. പിന്നീട് നന്ദി കരയറ്റാനുള്ളത് ദൈവത്തിൻ്റെ വിശിഷ്ട പദവി അലങ്കരിക്കുന്ന എല്ലാ സുവിശേഷകന്മാർക്കും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. മാത്രമല്ല, രണ്ടാമതായി ജോബിക്കും ജോബിയുടെ കുടുംബത്തിനും അവരുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദിയും കൃതജ്ഞതയും ഈ അവസരം അറിയിച്ചു കൊള്ളുന്നു. മാത്രമല്ല, അവരുടെ ചർച്ചകളിൽ നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂടെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ നന്ദി കരയറ്റായിട്ടുള്ളത് ഞങ്ങൾ കൂടി വരുന്ന സഭയിലെ എല്ലാ വിശുദ്ധന്മാർക്കും കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി ഞങ്ങൾ ഈ അവസരം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഞങ്ങളുടെ ദേശനിവാസികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കാണ്. ദൂരത്തും ചാർത്തുനിന്നും അകലെ നിന്നും അടുത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഈ അവസരം പറയാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ നന്ദി കരയറ്റാനുള്ളത് ജാക്സൺ, നമ്മളെ പാട്ടുകൾ കൊണ്ട് സന്തോഷിപ്പിച്ച ജാക്സണും ഷാജി ചേട്ടനും പ്രത്യേക നന്ദി ഈ അവസരം ഞങ്ങൾ അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയാനുള്ളത് ഈ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം നടത്തുവാനായിട്ട് നൽകിയ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, സെൻറ് ജോൺസ് പാരിഷ് ഹാൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും കൃതജ്ഞതയും ഈ അവസരം അറിയിച്ചു കൊള്ളുന്നു. മാത്രമല്ല, പ്രിൻസ് കാറ്ററിംഗ് സർവീസ് നമുക്ക് വേണ്ടി ഇവിടെ ഭക്ഷണം ഒരുക്കിയ കാറ്ററിംഗ് സർവീസുകാർക്കും ഞങ്ങളുടെ നന്ദി ഈ അവസരം അറിയിച്ചു കൊള്ളുകയാണ്. അതിനോടൊപ്പം തന്നെ അരുണ സ്റ്റുഡിയോ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന പ്രിയ സഹോദരന്മാർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും ഈ അവസരം അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയാനുള്ളത് സൗണ്ട് സിസ്റ്റം ഞങ്ങൾക്ക് ഒരുക്കി നൽകിയ ജോയ്സ് ഇലക്ട്രോണിക്സ് അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരം നന്ദി പറയാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ക്ഷമിക്കണം എന്ന് ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാണ്. നമ്മളിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുമുഖത്തേക്ക് നോക്കി നന്ദി പറഞ്ഞ് പ്രാരംഭത്തിൽ വസിക്കുമാറാക്കുന്ന സ്വർഗീയ പിതാവേ,
മനോഹരമായി പകൽക്കാലം എളിയവരായ ഞങ്ങൾക്ക് ഇവിടെ കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരത്തിനായിട്ട് സ്തോത്രം. പ്രിയ ജോബിൻ്റെ പിതാവിനും മാതാവിനുമായിട്ട് സ്തോത്രം. പ്രിയ ബെൻസിയുടെ പിതാവിനും മാതാവിനുമായി സ്തോത്രം. സ്തോത്രം. ദൈവകൃപയിൽ അവിടെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. അവർക്ക് നൽകിയ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമായിട്ട് സ്തോത്രം. കൊടുത്തിരിക്കുന്ന ദർശനത്തിനായിട്ട് സ്തോത്രം. അതിൻ്റെ ആ വിവാഹത്തിന് നിശ്ചയം ഇവിടെ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരമായ കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. നല്ല കർത്താവെ, ഇന്ന് ഞങ്ങളോട് വെച്ച് തീരുമാനിച്ചതുപോലെ വെള്ളിയാഴ്ച പകൽ മുക്കുട്ടുതറയിൽ വെച്ച് ആ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ ഓർത്ത പോലെ ഞങ്ങൾക്ക് ആവശ്യമായ വചനം തരുവാൻ അവിടുത്തെ ദാസന് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും പ്രിയ ബിൻസിയോടും ജോബിനോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ശ്രേഷ്ഠ ദൈവമക്കളോടും കർത്താവിനോടും സംസാരിച്ച കർത്തൃദാസനോടും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ പ്രിയ കർത്താവെ, അവിടുത്തെ പ്രിയമക്കളായ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വന്നു ചേരുവാൻ സഹായിച്ചു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അവരുടെ വിവാഹ നിശ്ചയം നടക്കപ്പെടാൻ ഇടയായി തീർന്നോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒപ്പം നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളായ ഞങ്ങളായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കുമായി പ്രിയന്റെ കുഞ്ഞുങ്ങളാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഭക്ഷണ വിഭവങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അത് ഭക്ഷിക്കുകയും ബലം പ്രാപിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും കർത്താവിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഇടവരുത്തുകയും പ്രിയ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹ ആശംസകൾക്ക് വേണ്ടി പ്രാർത്ഥനാനിരതമായ ജീവിതം നയിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായ നന്ദിയോടുകൂടെ സ്തോത്രം.
ഭയമേതുമില്ലെൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. നായകാനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. നായകാനിൻ തിരുനാമം പാവനം. ദുഃഖമില്ലൻ പ്രിയ ദൈവം എൻ്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. ദുഃഖമില്ലൻ പ്രിയ ദൈവം എൻ്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. കണ്ണീരുമായി ചെൻ്റെ ഉള്ളിൽ എന്നും കാരുണ്യപ്പൂണ്ടേ നിറയ്ക്കും. കണ്ണീരുമായി ചെൻ്റെ ഉള്ളിൽ എന്നും കാരുണ്യപ്പൂന്തേ നിറയ്ക്കും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. യെരൂശലേം നായകാനിൻ തിരുനാമം പാവനം. ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ താങ്ങും. ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ താങ്ങും. സ്വർഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ നയിക്കും. സ്വർഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ നയിക്കും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. യെരൂശലേം നായകാനിൻ തിരുനാമം പാവനം. ഭയമേതുമില്ലെൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ